സുവിശേഷത്തിൽ കോയിൻ ചെയ്യുന്നൊരു വാക്ക് ഒത്തിരി വേദനിപ്പിക്കുന്നതാണ്. വളരെ വേദനയോടെ യേശു തൻ്റെ അവസാന വിടവാങ്ങൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എല്ലാത്തിനും കൃതജ്ഞത അർപ്പിച്ച്. വളരെ വേദനയോടെ ആയിരിക്കണം യേശു ആ വാക്കുകൾ ചൊല്ലിയത്. വാക്കിതാണ്, വിശുദ്ധ ലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനല്ലാതെ മറ്റാരും നഷ്ടപ്പെട്ടിട്ടില്ല. ഇത് യേശു പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാകും. കാരണം ആരും നഷ്ടപ്പെടരുന്ന ഈ ഭൂമിയിൽ ആഗ്രഹിച്ച ഒരാൾ ക്രിസ്തുവാണല്ലോ. എന്നിട്ടും വിശുദ്ധ ലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിൻ്റെ ഒരു പുത്രനെന്ന് ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് നമുക്കറിയാം, അത് യൂദാസ് കറിയോത്തയാണ്. പ്രിയമുള്ളവരെയും, ഇത് യൂദാസ് കറിയോത്തിൽ നിക്ഷിപ്തമായ ഒരു തീരുമാനമൊന്നുമല്ല, ചോയ്സാണ്. ഒരാളിലൂടെ ഇതൊക്കെ പൂർത്തിയാകുമെന്നേ ഉള്ളൂ. അത് യൂദാസ് ആകണമെന്ന് തീരുമാനിച്ചത് അവൻ്റെ പ്രവൃത്തിയും ചിന്തയുമാണ്. അതാണ് നമ്മൾ ദൈവശാസ്ത്രത്തിൽ പറയുന്ന ഫ്രീ വിൽ. ദൈവം എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ മക്കളാകാനുള്ള സ്വാതന്ത്ര്യം, ദൈവത്തിൻ്റെ മക്കളെന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തിനിടയിൽ നമുക്കുള്ള ചോയ്സാണ് ദൈവത്തിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടണോ, നാശത്തിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടണോ. വീഴുമെന്നുള്ളത് ഒരു കുറവല്ല, പക്ഷെ വീഴുമ്പോൾ എഴുന്നേക്കില്ല എന്നുള്ളത് വലിയൊരു കുറവാണ്. പത്രോസ് വീണു, പക്ഷെ അവൻ എഴുന്നേറ്റു, ഏറ്റുപറഞ്ഞു, അനേകരോട് സുവിശേഷം പ്രഘോഷിച്ചു. അതുകൊണ്ട് പത്രോസ് വിശുദ്ധനാണ്. യൂദാസും വീണു, പക്ഷെ യൂദാസ് എഴുന്നേറ്റില്ല. എന്നിട്ടും അവൻ അതിനേക്കാളും മോശപ്പെട്ട ജീവിത സാഹചര്യം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് അവൻ നാശത്തിൻ്റെ പുത്രനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഓപ്ഷൻസാണ്. ഓരോ കാര്യങ്ങൾ മുന്നോട്ട് നടക്കുമ്പോഴും നമ്മൾ ഓർക്കണം, എന്താണ് നമ്മുടെ ചോയ്സ്. നമ്മുടെ ചോയ്സാണ് നമ്മളെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണോ അതോ നാശത്തിൻ്റെ പുത്രനാണോ? ആ വാക്ക് ഇപ്പോഴും റിമൈൻ ചെയ്യുന്നുണ്ട്. ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരാൾക്ക് പ്രൂവ് ചെയ്യാം ഞാൻ ആരാണ്. ഈ ഞാൻ ആരാണെന്നൊരു ചോദ്യത്തിന് മുമ്പിൽ എല്ലാവരുടെ മുമ്പിലും ഇപ്പോഴും ആ ഗോസ്പൽ റിമൈൻ ചെയ്യുന്നുണ്ട്. ചിന്തിക്കുക. ഒരു കാര്യം എപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കണം. ഒരു ജ്ഞാനസ്ഥാന വേളയിൽ ദൈവത്തിൻ്റെ പുത്രനെന്നും പുത്രിയെന്നും വിളിക്കപ്പെട്ട നമ്മൾ ഏറ്റവും അവസാന നിമിഷം ഏത് പേരിൽ വിളിക്കപ്പെടാനാണ് ആഗ്രഹിച്ചത്? ഒരു യൂദാസും ഒരു പത്രോസും നമ്മുടെ മുമ്പിലെ സാധ്യതയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.